എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം ഗൗരവതരമായ ഒരു പരാതിയും അതിന്മേലുള്ള നടപടികളുമാണ് ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, നേരത്തെ 2 കേസുകളിലും അറസ്റ്റിലേക്ക് നീങ്ങേണ്ട സാഹചര്യം രാഹുലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതേ തരത്തിലുള്ള ഗൗരവമുള്ള പരാതികൾ തന്നെയായിരുന്നു മറ്റു 2. പക്ഷേ അതിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് പോലീസിന്റെ വലിയ വീഴ്ചയായി നമ്മൾ കണക്കാക്കിയിരുന്നു. കാരണം പോലീസിന്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ ഒളിവിലാണ് എന്ന് പറയുമ്പോൾ ഒരു MLA ഒക്കെ ഒളിവിലായാൽ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസിലുണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള ഇളവുകൾ അനുവദിച്ചു കൊടുത്തു. ഇത്തവണ പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സർക്കാർ ഈ വിഷയത്തിൽ മൂന്നാമത് ഇങ്ങനൊരു പരാതി വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് കണ്ടത്? രഞ്ജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ രാഹുലിനെ വളർത്തിയത് ആഭ്യന്തര വകുപ്പ് എന്ന് തന്നെ പറയാം. ആഭ്യന്തര വകുപ്പിന്റെ ചില മണ്ടൻ നീക്കങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഇത്തരത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡറായ ഇത്തരത്തിൽ ക്രിമിനൽ വാസനയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വളരാനുള്ള ഒരു വലിയ അവസരം ഒരുക്കി കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് നിലയിലേക്ക് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ജനശ്രദ്ധ കൊടുത്തതും ജനകീയ അംഗീകാരം ഉണ്ടായിക്കൊടുത്തതും പിണറായി പോലീസ് തന്നെയെന്ന് പറയേണ്ടി വരും. അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിസ്സാരമായ ഒരു കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടേക്കേണ്ട ഒരു കേസിലാണ്, ഒരു രാഷ്ട്രീയ കേസിലാണ് വീട്ടിൽ നിന്ന് നാടകീയമായി രാത്രി പോലീസ് സംഘം അവിടെ എത്തി വീട് അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങൾ പിന്നീട് വളരെ വൈറലായിരുന്നു. യഥാർത്ഥത്തിൽ ആ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പോലും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്തെടുത്ത ഒരു സമരമായിരുന്നു. നമുക്കറിയാം, നിയമസഭയ്ക്ക് മുന്നിൽ വലിയൊരു സമരം. അത് അക്ഷരാർത്ഥത്തിൽ രാഹുലിനൊരു ലോഞ്ചിങ് ആയി രാഷ്ട്രീയത്തിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റു തലത്തിലേക്ക് ലോഞ്ചിങ് ആയി മാറുകയായിരുന്നു ആ സമരം തന്നെ. അതിനുശേഷം രാഹുലിനെ നിസ്സാരമായി സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടേക്കേണ്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. വലിയ വികാരം അയാൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കുന്നു. അതിന്റെ പിൻബലത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു വലിയ അക്രമ സമരം, അതിന്റെ ഇരയായി പോലീസിന്റെ ഭരണകൂടത്തിന്റെ ഇരയാക്കപ്പെട്ട നേതാവെന്നൊരു പ്രതിച്ഛായ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് അന്ന് പോലീസ് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗം നടത്തിയ ഒരു തെറ്റായ നീക്കമായിരുന്നു. അത് CPM നേതാക്കൾ തന്നെ പലപ്പോഴും പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. രാഹുലിനെ വലുതാക്കിയത്, ഇത്തരത്തിൽ രാഹുലിന് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്തത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്ന് CPM നേതാക്കൾ പോലും പലപ്പോഴും പറയേണ്ട സാഹചര്യം, രഹസ്യമായും പരസ്യമായും ഒക്കെ പറയേണ്ട സാഹചര്യമുണ്ട്. അവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം മറ്റൊരു ടേണിലേക്ക് എത്തുന്നത്. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. പാലക്കാട് വെച്ചും രാഹുലിനെ പൂട്ടാനുള്ള അവസരം ഇതേ പോലീസ് ലഭിച്ചതാണ്. പക്ഷേ അന്ന് നടത്തിയ ഒരു നീക്കവും വളരെ തിരിച്ചടി ഉണ്ടാക്കുന്ന നീക്കമായി മാറി. നീലപ്പെട്ടി വിവാദം അതാണ്. നീലപ്പെട്ടി അന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നവരും അവിടെ പണം എത്തിച്ചു എന്ന് തന്നെ ഇപ്പോഴും പോലീസ് ഉറച്ച് വിശ്വസിക്കുന്നു. അതിന് തക്ക തെളിവുകൾ അവർക്ക് ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോലീസ് നടത്തിയ നീക്കങ്ങൾ, ആളെ കൂട്ടി നടത്തിയ പോലീസും ചില ഈ CPMന്റെ സൈബർ സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ചില ആളുകളും നടത്തിയ നീക്കങ്ങളാണ് അവിടെ ഒരു ചാനലിനെ നേരത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ആ ചാനലിന്റെ ക്യാമറ ഉൾപ്പെടെ വന്നു നിന്ന് ഒരു രഹസ്യ ഓപ്പറേഷന് നിൽക്കുകയും അത് രാഹുലും ഷാഫിയും അവരുടെ രാഷ്ട്രീയ ബുദ്ധി തിരിച്ചറിയുകയും അത് അവർക്കൊരു അവസരമാക്കി മാറ്റുകയുമായിരുന്നു. അല്ലെങ്കിൽ നീലപ്പെട്ടി വിവാദം ഒരുപക്ഷെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിയേനെ. അവിടെ കൃത്യമായി അന്ന് പണം ഉണ്ടായിരുന്നു, അത് പിന്നീട് മാറ്റി എന്നൊക്കെ പിന്നീട് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോഴൊക്കെ അവിടെ പോലീസല്ലേ അത് പൊളിച്ചത്, തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയും രാഹുലിനെ പൂട്ടാനുള്ള അവസരം പോലീസ് ലഭിച്ചതാണ്. അന്നും പോലീസ് ആരാണോ അവർക്ക് നിർദ്ദേശം നൽകിയത്, ആരാണോ അവരെ ഓപ്പറേറ്റ് ചെയ്തത്, അവരുടെ ഭാഗത്തുനിന്നുള്ള വലിയ മണ്ടൻ നീക്കങ്ങൾ കാരണം അവിടെയും രാഹുലിന് വളരാൻ, അതൊരു അനുകൂല നിലപാടാക്കി മാറ്റാൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നീട് നീലപ്പെട്ടി തന്നെ അയാളെ കൊടുക്കാൻ സർക്കാർ തന്നെ പോലീസിനെ ഉപയോഗിച്ച് നടപ്പാക്കിയ, CPM ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെടാൻ അവസരമൊരുക്കി എന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. പിന്നീട് ഈ തുടർച്ചയായ ലൈംഗിക പീഡന പരാതികൾ 2 കേസുകളിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോകാനോ വഴിയൊരുക്കിയത് മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും അത് പോലീസിന്റെ ദുർബലമായ നീക്കങ്ങളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളപ്പോൾ അയാളെ സർവൈലൻസിൽ വയ്ക്കുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റി. പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് അയാൾ ഒളിവ് ജീവിതം തുടർന്നു. അതിനുശേഷം ജാമ്യം ലഭിച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ വലിയൊരു വീഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെയുള്ള
രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ അല്പം മുമ്പ് വരെ ഇന്നലെ രാത്രി 12:30 മുമ്പ് വരെയുള്ള രാഹുലിന്റെ നിലനിൽപ്പിൽ തന്നെ വലിയ സഹായം ചെയ്തത് പിണറായി വിജയന്റെ പോലീസ് വകുപ്പ് ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിനെ നിയന്ത്രിക്കുന്നവരുടെ മണ്ടൻ തീരുമാനങ്ങൾ നീക്കങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസ് അതിലൊരു പ്രായശ്ചിത്തം ചെയ്തു എന്ന് തന്നെ പറയാം. പോലീസ് ഇങ്ങനെ കബളിപ്പിച്ച് പരിഹാസ്യരാക്കി പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അയാളുടെ പ്രതികരണങ്ങളും ഒക്കെ ആ രീതിയിലായിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ നടത്തിയത് വളരെ കൃത്യമായ നീക്കമായിരുന്നു. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു നീക്കം. ഈ പെൺകുട്ടിയുടെ പരാതി നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ളതാണ്. പക്ഷേ ആ പെൺകുട്ടി പരാതി നൽകാൻ എത്തും അല്ലെങ്കിൽ അവരുടെ പരാതി മൊഴി രേഖപ്പെടുത്തുന്നതുമൊക്കെ വളരെ ഇപ്പോൾ BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശോഭാ സുരേന്ദ്രൻ, ഒടുവിൽ രാഹുൽ അറസ്റ്റിലായി. നേരത്തെയുള്ള 2 കേസുകളിലും വളരെ വിദഗ്ധമായി, ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പോലീസിന്റെ സഹായമുണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പിന്റെ കണ്ണടക്കലുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ രാഹുലിനെ പിടിച്ചിരിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാനതിൽ മനസ്സിലാക്കുന്നത് പിടിച്ചത് വളരെ നല്ലത്. എന്നാൽ ഇത്രയും നാൾ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ടായിരുന്നു ഈ ഗവൺമെന്റ് എന്നുള്ള ചോദ്യം കൂടി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്, ഇപ്പോൾ പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ട് എന്നുള്ളതും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കേരളത്തിലെ ഓരോ പൊതുപ്രവർത്തകനും അവർ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കെതിരെ, അന്യായങ്ങൾക്കെതിരെ പടപൊരുതാമെന്ന് വാക്ക് നൽകിക്കൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു അന്യായം നടന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നാളിതുവരെ നടപടിയെടുക്കാതെ കാത്തുസൂക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ളത് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാൻ നോക്കിക്കാണുന്നത്. അതായത് ഈ നേരത്തെ കൃത്യമായ പോലീസിന്റെ സഹായം രാഹുൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, ഒരു MLAക്ക് എത്ര നാൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കും? ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു, ഒടുവിൽ ജാമ്യം കിട്ടിയെന്നറിഞ്ഞപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള സഹായം ഒരു കോൺഗ്രസ് MLA ആയിട്ട് പോലും ഇയാൾക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസ് MLA ആയിട്ട് പോലും എന്നുള്ളത് ഇത്ര അതിശയോക്തിയോടുകൂടി പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എപ്പോഴും ദേശീയ തലത്തിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ നാളിതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ഇടക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ഒരു ഐക്യപ്പെടൽ, വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യപ്പെടൽ പല സമയത്തും കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത ഈ കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതിനു ശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ പ്രാഗൽഭ്യത്തോടു കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കൊണ്ടു നടക്കുന്നത് എന്ന് അവകാശപ്പെട്ടവർ നാളിതുവരെ എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ ഈ നടപടിയെടുക്കാൻ മടിച്ചു നിന്നത്? അപ്പൊ അതിനർത്ഥം എപ്പോഴും അത്തരത്തിലുള്ള ഒരു പരസ്പര സഹായ സഹകരണ മുന്നണി സംവിധാനമായി ഇടതുപക്ഷവും വലതുപക്ഷവും ചില കാര്യങ്ങളിലെങ്കിലും ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനെ ഒരു സ്ത്രീ പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കാണുന്നു. എന്നാൽ ഇതിൽ എത്രമാത്രം FIR ഉണ്ടാക്കുന്ന സമയത്തും, അതായത് എപ്പോഴെല്ലാം ഒരു കുറ്റവാളി, ആ കുറ്റവാളി നീതിന്യായ കോടതിക്ക് മുന്നിൽ പോയാൽ അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പല കരുനീക്കങ്ങളും ഈ ഗവൺമെന്റ് നാട് ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു ഗൗരവതരമായ കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ, ഒരു MLAക്കെതിരെ ഇത്രയധികം ഗൗരവതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത് ആദ്യമായിരിക്കാം കേരളത്തിൽ. അത്രത്തോളം ദയനീയമായ കാര്യങ്ങളാണ് ഈ പല പെൺകുട്ടികളും പങ്കുവെക്കുന്നത്, ക്രൂരമായ കാര്യങ്ങളാണ്. പക്ഷേ അയാൾ അപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അയാൾ ആരാധനാലയങ്ങളിൽ പോകുന്നു, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, സമൂഹത്തിന്റെ പല തട്ടുകളിലും ഇടപെടുന്നു. എത്രത്തോളം മോശമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്? അല്ല, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 4 മാസം മുമ്പ്, അതായത് ഈ സംഭവം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്നതിന് 4 മാസം മുമ്പ് തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശന് രേഖാമൂലം പരാതി കിട്ടിയിട്ടും ആ പരാതിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളത്തിന്റെ മുന്നിൽ കൊണ്ടു നടന്നു എന്നുള്ളത് ആർക്കാ അറിയാത്തത്? എന്തുകൊണ്ട് ആ പരാതിയിന്മേൽ നടപടി ഉണ്ടായില്ല? എന്തുകൊണ്ട്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.